നമസ്കാരം. ഡ്രാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. UCL ചാമ്പ്യന്മാരായ PSG ഒരു പുതിയ സൈനിങ് നടത്തിയിരിക്കുന്നു. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ബ്രസീലുകാരനായിട്ടുള്ള റെനാറ്റോ മാരിനെയാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്. ആള് ബ്രസീലിൽ ജനിച്ചവനാണ്. പക്ഷേ 14 വയസ്സുള്ള സമയത്ത് കൊറോണയുടെ ഒക്കെ സമയത്ത് 2020 അവർ പിന്നീട് ഇറ്റലിയിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു അവൻ്റെ കുടുംബം. അങ്ങനെ അവിടെ വെച്ചാണ് അവൻ്റെ ഫുട്ബോൾ കരിയർ മുന്നോട്ട് പോയതും. അണ്ടർ 19 ടീമിൽ ഇറ്റലിക്ക് വേണ്ടി കളിക്കുകയും ചെയ്തിട്ടുണ്ട്. സീനിയർ ടീമിൽ ബ്രസീലോ ഇറ്റലിയോ എവിടെ വേണമെങ്കിലും റെപ്രസെൻ്റ് ചെയ്യാം. ആ കാര്യത്തിൽ അവൻ്റെ തീരുമാനം ഇനിയും വരേണ്ടതുണ്ട്. 19 വയസ്സേ പയ്യനുള്ളൂ. അങ്ങനെയുള്ളൊരു ഗോൾ കീപ്പറെയാണ്, ഭാവി വാഗ്ദാനം എന്ന് കണക്കാക്കപ്പെടുന്ന ഗോൾ കീപ്പറെയാണ് ഇപ്പോൾ പാരീസ് സെന്റ് ജെർമൻ സൈൻ ചെയ്തിരിക്കുന്നത്. PSG ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. PSG കുറിക്കുന്നത് ഇങ്ങനെയാണ്: പാരീസ് സെന്റ് ജെർമൻ ഈസ് ഡിലൈറ്റഡ് ടു അനൗൺസ് ദി സൈനിങ് ഓഫ് റെനാറ്റോ മാരിൻ. 19കാരനായിട്ടുള്ള ഗോൾ കീപ്പറെ നീണ്ട കാലത്തേക്ക് 2030 വരെയാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. 2006 ജൂലൈ 10 സാവോപോളോയിൽ ജനിച്ചിട്ടുള്ള റെനാറ്റോ മാരിന് വളരെ പെട്ടെന്ന് തന്നെ ഫുട്ബോളിലേക്ക് തിരിഞ്ഞു. അതിനുശേഷം അദ്ദേഹം 2020 ഫാമിലിയോടൊപ്പം റോമിലേക്ക് പോവുകയുണ്ടായി. അതിനുശേഷം AS റോമയുടെ യൂത്ത് സെറ്റപ്പിൽ ചേർന്ന താരം അവിടെ അണ്ടർ 17 ടീമിൽ 2022 സെപ്റ്റംബറിൽ ലെച്ചയ്ക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ ഡെബ്യൂ നടത്തി. ആ സീസണിൽ മോശമല്ലാത്ത പ്രകടനം നടത്തിയ താരം 2022-23 സീസണിൽ 15 മത്സരങ്ങളാണ് അണ്ടർ 17 ടീമിനോടൊപ്പം കളിച്ചത്. അങ്ങനെ മികച്ച പ്രകടനം തന്നെയാണ് അവൻ നടത്തിയത്. ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ മിലാനിനെതിരെ വിജയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ റോമ ക്ലബിൻ്റെ അണ്ടർ 18 ടീമിലും കളിക്കുകയുണ്ടായി. 2004 ജനുവരി 7 റെനാറ്റോ മാരിൻ ഫസ്റ്റ് ടീം അപ്പിയറൻസ് നടത്തി. ആദ്യമായിട്ട് അറ്റ്ലാന്റയ്ക്കെതിരെയാണ് അവൻ സ്ക്വാഡിലേക്ക് വരുന്നത്. 17ാമത്തെ വയസ്സിൽ സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പറായിട്ട് AS റോമയ്ക്ക് വേണ്ടി അവൻ പിന്നീട് കളിക്കുകയുണ്ടായി. 39 മത്സരങ്ങൾ, അതിൽ 13 ക്ലീൻ ഷീറ്റുകൾ. അതാണ് 2023-24 അവൻ്റെ ഒരു പ്രകടനം. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇറ്റാലിയൻ അണ്ടർ 19 സ്ക്വാഡിലേക്കും സ്ഥാനം കൊടുക്കുകയായിരുന്നു. അവിടെ ആ ടീമിൻ്റെ റെഗുലർ സ്റ്റാർട്ടറായിട്ട് മാറുകയായിരുന്നു. ഏതായാലും ഇറ്റലിയിൽ 5 വർഷക്കാലം കളിച്ചതിന് ശേഷം റെനാറ്റോ മാരിന് PSG എത്തിയിരിക്കുകയാണ്. റെനാറ്റോ മാരിൻ്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. നമ്മൾ അതുകൂടി നോക്കിയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു ഗ്രേറ്റ് ടീമിൽ ജോയിൻ ചെയ്തതിൽ. ഇതൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ ഒരു സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രസിഡന്റ് നാസർ ഖലീഫിക്കും ലൂയിസ് കമ്പോസിനും കോച്ച് ലൂയിസ് എൻറിക്കയ്ക്കും ഇവിടുത്തെ സ്റ്റാഫിനുമൊക്കെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീമിനും ആരാധകർക്കുമായിട്ട് ഞാൻ നൽകും എന്നുകൂടി 19കാരൻ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.